ഷീന മാർട്ടിനുണ്ട് കൊച്ചിയിൽ നിന്നും. ഷീന, KSRTC ബസ്സിലാണ് എന്ന് എനിക്ക് ഫ്രെയിമിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ചോദിച്ചു നോക്കൂ യാത്രികരോട് ഏത് രീതിയിലാണ് അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന്. തീർച്ചയായും വിനിഷ, KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ചതിൻ്റെ സന്തോഷം നമുക്കുമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന കുറച്ച് സ്ത്രീകളോട് ചോദിച്ചു നോക്കാം. പുതിയ സർക്കാർ വന്നു, KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് ഇനി സൗജന്യ യാത്രയാണ്, എന്താണ് പറയുന്നത്? സന്തോഷം. ഡെയിലി യാത്ര ചെയ്യുന്നവർക്ക് അതൊരു അതെ അതെ സ്ഥിരമായിട്ട് പോകുന്നതാണ്. വൈകിട്ട് എന്നും സ്ഥിരം ബസ്സിന് തന്നെയാണ് പോകുന്നത്. KSRTC ബസ്സിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഫ്രീ ആണെന്ന് കാണുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു. ഈ സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അത് കുറച്ചുകൂടി സഹായകരമാവും എന്ന് തന്നെ കരുതുന്നുണ്ടോ? കരുതുന്നുണ്ട്. സ്ത്രീ യാത്ര ചെയ്യാറുണ്ട്. തമിഴ്നാട്ടിലൊക്കെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണല്ലോ. പിന്നെ കേരളത്തിലും അങ്ങനെ ആവേണ്ടതാണ്. അങ്ങനെ ഒരു മാറ്റം ആഗ്രഹിച്ചിരുന്നതാണ്. അതെ അതെ, ആഗ്രഹിച്ചിരുന്നു. ഒരു മാറ്റം ആഗ്രഹിച്ചിരുന്നു എന്നാണ് പറയുന്നത്. KSRTC ബസ്സിൽ അല്ലെങ്കിൽ KSRTCയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ പരിഷ്കരണങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു പരിഷ്കരണം അത് ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങളെങ്ങനെ പ്രതികരിക്കുന്നു? KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് ഇനി മുതൽ, അടുത്ത മാസം ജൂൺ 15 മുതൽ. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ആണുങ്ങളോടും തുല്യത പുലർത്തണം എന്ന് പറയുന്നത്, അല്ലാതെ സ്ത്രീകൾക്ക് മാത്രം സൗജന്യമായിട്ട് യാത്ര കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ ആൺകുട്ടികൾക്കും തുല്യത കൊടുക്കണം എന്നാണ് അഭിപ്രായം. പുരുഷന്മാർക്കും ഇത്തരത്തിലൊരു അവസരം വേണം, പുരുഷന്മാർക്കും KSRTC ബസ്സിൽ സൗജന്യമായി യാത്ര ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ഒരാഗ്രഹമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. സൗജന്യ യാത്രയാണ്. ഞങ്ങളിപ്പോൾ വരുന്നതാണ്. ഇത്തരം പ്രതികരണങ്ങളാണ് ഇവിടുന്ന് ലഭിക്കുന്നത്. വിനീഷ, അവരൊക്കെ കാര്യം അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമാണ്. അത് ജനങ്ങളിലേക്ക് എത്തുന്നേ ഉള്ളൂ.